മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ ലൊക്കേഷനിലും ഓടിയെത്തുന്നത് കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ യാത്രകൾ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷന് വേണ്ടതാണോ, ഉപയോഗമുള്ളതാണോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹമാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഇന്നലെ ഒരു വാർത്ത ഞാൻ കണ്ടു അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. കൊച്ചിയിൽ കാലാവസ്ഥ മോശം കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ തിരിച്ചുപോയി. സാധാരണമാണ് കാലാവസ്ഥ മോശമായാൽ ഹെലികോപ്റ്റർ ആയാലും വിമാനമായാലും തിരിച്ചു വിടുന്നതൊക്കെ സാധാരണ പതിവുള്ളതാണ്. ഇവിടെ സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരിച്ചുവിട്ടു. നമ്മുടെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകാതെ തിരിച്ചു പോയതിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിന്നു. നമ്മുടെ എല്ലാം ഭാഗ്യം. കാരണം 5 കൊല്ലത്തേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത, നമ്മുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ തിരിച്ചു പോയതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പിണറായി വിജയൻ്റെ മുഴുവൻ യാത്രകളുടെ കണക്ക് എനിക്കറിയില്ല, എന്നാലും അതിനു മുന്നത്തെ ഉമ്മൻചാണ്ടി, അതായത് വി ഡി സതീശൻ്റെ പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവാണല്ലോ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ കാലത്തും ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ കേരള മുഖ്യമന്ത്രിമാർ എന്തിനാണ് ഈ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മാസം 1.5 കോടി രൂപയൊക്കെ ഖജനാവിലെ ജനങ്ങളുടെ പൈസ എടുത്ത് നിസ്സാരമാക്കി ചെലവാക്കി കളയുന്ന ഈ ഒരു സംവിധാനം നിർത്തിക്കൂടെ? വളരെ അത്യാവശ്യമായിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ പോരെ? അതിന് സ്ഥിരമായി വാടക 1.5 കോടി 2 കോടിയൊക്കെ ചെലവാക്കി ജനങ്ങളുടെ പൈസ ദൂർത്തടിക്കണോ? ഇനി അത്യാവശ്യമായി ഒരു ഹെലികോപ്റ്റർ യാത്ര വന്നുവെങ്കിൽ അത് നേവിയുടെയോ, ഇനി ഒന്നും വേണ്ട, ഈ പ്രൈവറ്റ് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് കിട്ടുകയും ഒരു ട്രിപ്പിനുള്ള പൈസ കൊടുത്ത് 25,000 30,000 രൂപ, മാക്സിമം 50,000 രൂപ ആ വാടക കൊടുത്താൽ ആ ട്രിപ്പ് മുഴുവനാക്കാം. അത് കൊല്ലത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യമേ ആവശ്യമായി വരുന്നുള്ളൂ. ഇവിടെ മാസം തോറും 1.5 കോടി 2 കോടി രൂപ വാടക കാശ് കൊടുത്ത് നിർത്തുന്നത് എന്തിനാണ്? എന്ത് ഗമ കിട്ടാനാണ്? എന്തിനാണ് ഈ ജനങ്ങളുടെ പൈസ ഇങ്ങനെ ദൂർത്തടിച്ചു കളയുന്നത്? ചിന്തിക്കൂ. ഇനി അടുത്ത ചോദ്യം. ഇന്നലെ കൊച്ചിക്ക് ഹെലികോപ്റ്ററിൽ പോയി. അതിൻ്റെ 2 ദിവസം മുന്നേ കാസർഗോഡ് ഒരു വിരുന്നു സൽക്കാരത്തിന് വിരുന്നിൽ ഉച്ചയൂണ് കഴിക്കാൻ പോയി. നടന്ന് പല പാർട്ടി നേതാക്കളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കലാണോ ഒരു മുഖ്യമന്ത്രിയുടെ പ്രധാന ജോലി? ഉത്തരം പറയണം സതീശൻ. സതീശൻ പറഞ്ഞ നുണ പൊളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീയിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ശിവൻകുട്ടി ഒപ്പുവെച്ചു. ഇനി ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. നമ്മൾ ആൾറെഡി അതിൽ ആദ്യ ഗഡു വാങ്ങി. എന്തൊക്കെയാണ് സതീശൻ നുണ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള നുണ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്തത്? ഇത്തരത്തിൽ ചിലപ്പോൾ നുണ പറയാൻ കഴിയാത്ത കാരണമായിരിക്കാം രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും ആ സ്ഥാനത്തേക്ക് വരാൻ സാധിക്കാതിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണം കിട്ടുന്ന ഒരു യാത്രയായിരിക്കണം. നരേന്ദ്രമോദി ലോക രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയുകയല്ല വേണ്ടത്. അത് ആ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൂട്ടിയുറപ്പിച്ച് കൂടുതൽ ബിസിനസ് കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്.
ചരിത്രം എടുത്തു നോക്കിക്കോളൂ. 10 കൊല്ലം കൊണ്ട് 80 രാജ്യങ്ങൾ 100 ചെല്ലാൻ യാത്രകളെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ യാത്രയിൽ ഏറ്റവും കൂടുതൽ യാത്ര അമേരിക്കയിലേക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വി ഡി സതീശനും ജോൺ ബിട്ടാസും പിണറായി വിജയനും MA ബേബിയൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ തന്നെയല്ലേ ഈ മോദിജിയെ അമേരിക്കയിലേക്ക് വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇമെയിൽ അയച്ചവർ, അമേരിക്ക വിസ സ്റ്റോപ്പ് ചെയ്തത്. ഇന്ന് ആ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ്. ഫ്രണ്ട് ആവാനൊന്നുമല്ല, അതും നിങ്ങളുണ്ടാക്കുന്നതാണ്. കാര്യം പറയാൻ, നെഞ്ച് വിരിച്ച് നിന്ന് കാര്യം പറയാനും പ്രവർത്തിക്കാനും. നിങ്ങൾക്ക് വിമർശനങ്ങൾ ഇറക്കാം, പക്ഷേ നമ്മളിപ്പോൾ മോദി അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഹെലികോപ്റ്ററിൽ നടക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് പറയാനുള്ളത്. യൂത്ത് ലീഗ് പ്രസിഡന്റിൻ്റെ വീട്ടിൽ വിരുന്ന് സൽക്കാരം, പാണക്കാട് തങ്ങൾമാരുടെ വീട്ടിൽ വിരുന്ന് സൽക്കാരം, മറ്റു മലപ്പുറം ജില്ലയിലെ മറ്റുള്ള നേതാക്കളുടെ വീട്ടിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാനുള്ള സൽക്കാരങ്ങളിൽ വേഗം പോയി വരാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഹെലികോപ്റ്റർ സ്ഥിരമായി യാത്രയ്ക്ക് ഉപയോഗിച്ച കുറച്ച് നേതാക്കളുടെ കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ആന്ധ്രയുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളെല്ലാവരും അറിയാലോ, നമ്മുടെ രാജശേഖര റെഡ്ഡി. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? പെട്ടെന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ ഇതേമാതിരി തന്നെ സ്ഥിരമായി ഹെലികോപ്റ്ററിൽ യാത്ര പല സ്ഥലങ്ങളിലേക്കും. ഹെലികോപ്റ്റർ തകർന്നു വീണു. കാരണം പോലും ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഒപ്പം ഇരിക്കുന്ന യാത്രക്കാരും ആന്ധ്ര മുഖ്യമന്ത്രിയായ രാജശേഖര റെഡ്ഡിയും പോയി. കോൺഗ്രസിൻ്റെ തന്നെ നേതാവായ മാധവറാവു സിന്ധ്യ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണു. ആ വലിയ പ്രമുഖ നേതാവ് മരിച്ചുപോയി. സഞ്ജയ് ഗാന്ധി സഞ്ചരിച്ചിരുന്നു, ആ ഹെലികോപ്റ്റർ വീണു, അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ പല പല നേതാക്കൾ മരിച്ച കഥ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് കേടുവന്നാൽ നേരാക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കാറോ ബസ്സോ നേരാക്കണ മാതിരി അത് നിർത്തി നേരാക്കി വീണ്ടും പോവാം. അനാവശ്യ യാത്ര ഹെലികോപ്റ്ററിൽ അവസാനിപ്പിക്കുക. അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. പണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് KPCC അന്നത്തെ KPCC പ്രസിഡൻ്റാണ് ഉമ്മൻചാണ്ടിയുടെ തിരക്കിട്ട യാത്രകളും പരിപാടികളുടെയും ഭാഗമായിട്ട് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. KPCC പ്രസിഡന്റിന് വേണ്ടിയിട്ട് അന്നത്തെ KPCC AICCയുടെ അനുവാദത്തോടു കൂടി. എത്ര യാത്ര ഉമ്മൻചാണ്ടി അതിൽ ചെയ്തിട്ടുണ്ട്? ഒരു യാത്ര പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല, DGPക്കാണ് താല്പര്യം. ഇവിടെ DGPമാരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ സതീശൻ മന്ത്രിസഭ വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഹെലികോപ്റ്റർ ഒഴിവാക്കാനാണ് തീരുമാനമെന്നാണ്. പക്ഷേ അവിടെ DGPയെ കൊണ്ട് പറയിപ്പിച്ചു എന്ന ഞാൻ ഉള്ളിൽ നിന്നും കിട്ടിയൊരു ന്യൂസാണ്. DGPയെ കൊണ്ട് പറയിപ്പിച്ച് അതവിടെ നിർത്തിച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ DGPയെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണെന്ന് നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ട രീതിയിലാണ് സതീശൻ്റെ യാത്രകൾ. ഓക്കെ, ഭരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന പദ്ധതികളുടെ വരവിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള യാത്രകളാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് കണക്കാക്കാം. തൊഴിൽ കൂട്ടാൻ, വ്യവസായങ്ങൾ വരാൻ, ഇപ്പോൾ PM ശ്രീ ജനങ്ങൾക്ക് വേണ്ട പദ്ധതിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും തെലുങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമാണ്, കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ PM ശ്രീ വന്നു, നടപ്പാക്കി കഴിഞ്ഞു. എന്തേ കേരളത്തിൽ വരുമ്പോൾ ഈ സതീശന് ഒരിളക്കം, KPCCക്ക് ഒരിളക്കം? ഉത്തരം പറയണം. ഹെലികോപ്റ്ററിൽ കിടന്ന് യാത്ര ചെയ്ത് ഉച്ചയൂണുകൾ വീട്ടിൽ കയറി ഇരുന്ന് കഴിച്ചാൽ അത് ഭരണമാകില്ല. നുണ പറഞ്ഞാലും ഭരണമാകില്ല. നുണ പറയുന്നതിനൊരു പരിധിയുണ്ട്.
ഒരു നുണ പറഞ്ഞാൽ അത് മറയ്ക്കാൻ വേണ്ടി 1000 നുണകൾ പറയേണ്ടി വരും. ഭരിച്ചു കാണിക്കൂ, നല്ലൊരു കാര്യം ചെയ്ത് കാണിക്കൂ. ഇന്നേ വരെ ഇലക്ഷന് മുന്നേ പറഞ്ഞത് മുഴുവൻ നുണ. ആ നുണകൾ നടപ്പാക്കി അതിലും കൂടുതൽ നുണ പറയേണ്ടി വരികയാണ്. എന്നിട്ട് ഹെലികോപ്റ്ററിൽ കയറി ഈ പിണറായി വിജയൻ ഹെലികോപ്റ്റർ നിർത്തിയപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ എത്ര സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിനെതിരെയായിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ ആ ഹെലികോപ്റ്ററിൽ കേരളത്തിൻ്റെ തെക്കുവടക്ക് യാത്ര ചെയ്തുകൊണ്ട് അനാവശ്യ യാത്രകൾ, ഒന്നും ആവശ്യമുള്ളതല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടി ഒരു പ്രാവശ്യം ഹെലികോപ്റ്റർ വിട്ടുകൊടുത്ത് എന്തിനാ അറിയോ? കേരളത്തിലെ ആദ്യത്തെ അല്ല, ഒരു ഹൃദയമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മരിച്ച ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു കുട്ടിയുടെ ഹാർട്ട് എടുത്ത് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് എത്തിച്ചു കൊടുക്കാനാണ് അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വിട്ടുകൊടുത്തത്. അത്തരത്തിലുള്ള ന്യൂസുകൾ വരുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ശ്രദ്ധിക്കൂ. അല്ലാതെ യൂത്ത് ലീഗ് നേതാവിൻ്റെ MSF നേതാവിൻ്റെ പാണക്കാട് തങ്ങൾമാരുടെ വീട്ടിൽ വിളമ്പി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത് യാത്ര ചെയ്യുന്നത്, ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുത്ത് വലിയ ആളാവുമെന്ന് ഒരിക്കലും സതീശന് തെറ്റിപ്പോയി. ഇപ്പോൾ തന്നെ ജനങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തോ എന്ന് സംശയിച്ചു കൊണ്ടാണ് സതീശനെ നോക്കിക്കാണുന്നത്. എന്തെങ്കിലും, അതായത് 2 മാസം കൊണ്ട് 10,400 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. എന്തിനെടുത്തു? അതിൻ്റെ കണക്ക് പറയൂ. ഹെലികോപ്റ്ററിൽ നടക്കാനാണോ കടമെടുക്കുന്നത്? ഇവിടെ ഭരിച്ചു കാണിക്കൂ. എന്തെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചതല്ലേ, കച്ചവടക്കാരുടെ നികുതി മുഴുവൻ ഞാൻ പിരിക്കും, ബാറിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ മുഴുവൻ നികുതി ഞാൻ പിരിക്കും. എന്തേ ഒരു ആക്ഷൻ അവർക്കെതിരെ എടുക്കാത്തത്? ഇതുവരെ ഒരു ആക്ഷൻ എടുത്തോ? ഒന്ന് വായ തുറന്നോ? ഇലക്ഷന് മുന്നേ 100 നാവായിരുന്നു ഇവർക്കെതിരെ. ഇപ്പോൾ ആ നാവെല്ലാം താഴേക്ക് പോയോ? അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയോ? ഇവിടെ വരുമാനം കൂട്ടിയില്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല എന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. അത് നന്നായിട്ട് അറിയാമായിരുന്നു പിണറായി വിജയന്. 1999 നായനാർ മന്ത്രിസഭയിലിരിക്കുന്ന ശിവദാസ മേനോൻ തന്നെ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിരിച്ചു കിട്ടുന്ന കാശ് ഇവിടെ സാലറിയും ശമ്പളവും കൊടുക്കാൻ, പെൻഷനും കൊടുക്കാനും തികയില്ല. പിന്നെ കടത്തിൻ്റെ EMIയും അതിൻ്റെ പലിശയും കൊടുത്ത കൂടുതൽ പൈസയാണ് മാസം വരുന്ന ചെലവ്. അത് 1990 നായനാർ സർക്കാർ മുതൽ ഇവിടെയുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു വരുമാനവും കൂട്ടാനുള്ള ഒരു പുതിയ വ്യവസായങ്ങളും കൊണ്ടുവന്നിട്ടില്ല ആരും തന്നെ. ഉള്ള വ്യവസായങ്ങൾ പൂട്ടിച്ച് ഇവിടുന്ന് ഓടിച്ചിട്ടേ ഉള്ളൂ. അതിനാണ് ഇവിടെ മാറ്റമുണ്ടാക്കേണ്ടത്. അല്ലാതെ ഡൽഹിയിൽ ഒരു നീറ്റ് പരീക്ഷയുടെ പേര് പറഞ്ഞ് 9 ആൾ ആത്മഹത്യ ചെയ്തു. സത്യ മാനസികമായി പരിഭ്രാന്തരായ, അത് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ ആ ഷോക്കിൽ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് സമരം ചെയ്തത് ആരാ? അഭിഷേക് ദീപ് ആരാ? 31 വയസ്സായവൻ. അവൻ നീറ്റുമായിട്ട് എന്താ ബന്ധം? അമേരിക്കയിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾ. അവൻ്റെ അസിസ്റ്റൻ്റ് ആരാ? 7-8 ലക്ഷം മാസം രൂപ വാടക കൊടുത്ത് വിലസ് ജീവിക്കുന്നവൻ. ഓക്കെ, നീറ്റ് പരീക്ഷാ സമരം, അതിൽ നീറ്റ് എഴുതി എത്ര ആളുണ്ടായിരുന്നു? അവിടെ തടിച്ചുകൂടിയവരൊക്കെ ആരായിരുന്നു? അതിൻ്റെ കഥകൾ വരുന്നുണ്ട്, ഇപ്പോൾ കാണുന്നില്ലേ? ആ സമരത്തിൽ ഓടിച്ചെല്ലാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ എത്തുന്നു. വേറെന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഒരുപാട് ജിഹാദികളുടെ, രാജ്യദ്രോഹികളുടെ പേരുകളും ലിസ്റ്റുകളും കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നു. ഗുഹയിൽ നിന്ന് പുറത്തു ചാടി കേന്ദ്രത്തിനെ ഒതുക്കാൻ, പുറത്തു ചാടിക്കാനായി ദീപ് കെയുടെ പിന്നിൽ അണിനിരക്കാൻ ഓടിച്ചെന്നു. എന്തുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് എന്ത് ഗുണം അതുകൊണ്ട് കിട്ടിയത്?
കർണാടക മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ടുണ്ട്. എന്താണ് ആ സമരം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത്? എന്നാൽ പോലും കുട്ടികളുടെ ഒരു വിഷയമായത് കാരണം കേന്ദ്രം വളരെ പരിഗണിക്കേണ്ട വിധത്തിൽ തന്നെ അത് പരിഗണിച്ച് അതിനെതിരെ ആ പരീക്ഷാ പേപ്പർ ചോരുന്നത് ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിശക്തമായൊരു നിയമം തന്നെ പെട്ടെന്ന് കൊണ്ടുവന്നു. ഇനി ഈ പരീക്ഷാ നടത്തിപ്പുമായി ഒരു ഉന്നത തല കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. അവരിനി ഇതിലെ ഓരോ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും ഇനി വരുന്ന പരീക്ഷകൾ. ഇവിടെ കാലാകാലങ്ങളായി പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചോർന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്. ഇതൊന്നും അറിയാത്തവരല്ല ഈ കോൺഗ്രസിലെ നേതാക്കൾ. പരീക്ഷ പേപ്പറല്ല നിങ്ങളുടെ പ്രശ്നം. അതിനല്ല നിങ്ങൾ ഡൽഹിയിലേക്ക് ഓടിയത്. അതിനല്ല സതീശൻ അവിടെ പോയത്. സതീശൻ എന്തിനാ പോയത്? സതീശൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവും മറ്റ് ജിഹാദികളെല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് കേന്ദ്ര സർക്കാരിനാണ് മിണുങ്ങി ഓടിക്കാം, കസേര കയറിയിരിക്കാം. ഇതിനായിരുന്നു ഓടിയത്. ഇപ്പോൾ ആ സംഗതിയെ ചുറ്റിപ്പോയി. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ കേസും FIR-ഉം അറസ്റ്റുമായിട്ട് കുടുങ്ങി. അത് ദൈവം കേന്ദ്രത്തിന് ഇറക്കി. അതായത് ഈ പ്രശ്നക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിങ് തന്നെ കേന്ദ്രത്തിനുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് കുറച്ചാളെ പെട്ടെന്ന് കിട്ടി, അത്രയേ ഉള്ളൂ അതിൽ നെറ്റ് റിസൾട്ട്. അതിൽ ഏറ്റവും തമാശ CPM നേതാവ് ബ്രിട്ടാസിൻ്റെ കഥകളാണ്. അതായത് ഈ സമരം അവിടെ തുടങ്ങുമ്പോൾ നിരാഹാരം തുടങ്ങുന്നു. നിരാഹാരം തുടങ്ങി ആരോഗ്യം മോശമായപ്പോൾ സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ബ്രിട്ടാസും ലിറ്റിൽ ബേബിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അപ്പോഴാണ് കാണാൻ തോന്നുന്നത്. സമര വേദിയിൽ നിരാഹാരം ഇരിക്കുമ്പോൾ ആ വഴിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അവിടെ തടുത്തു. അപ്പോൾ ഒരു ഡ്രാമ, ഐ ആം ഫ്രം AP, ഐ ആം മെമ്പർ ഓഫ് പാർലമെൻറ്റ്, എന്തൊക്കെയാ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആ സമരം അവർ ചെയ്ത മാതിരി ആക്കാൻ നോക്കി. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി നോക്കിയത്. ഇപ്പോഴും ഇപ്പം ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കണ്ടു. ആരുടെ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പ്രശ്നത്തിനോട് ബന്ധപ്പെട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ കാർത്തികേയൻ്റെ മകൻ്റെ ഒരു പ്രസംഗം കണ്ടു. ഇപ്പോഴും കാണാം നിങ്ങൾക്ക്. ഡൽഹിയിൽ ബുദ്ധിയില്ലായ്മ ചെയ്തു അദ്ദേഹം പറയാം. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ബുദ്ധി തനിക്കാണ് ഇല്ലാത്തത്. തൻ്റെ ഭാര്യ, താനൊരു കോൺഗ്രസ്സുകാരൻ, തൻ്റെ ഭാര്യനെ എന്തിനാണ് പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത് ഈ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ? അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക. എന്നിട്ട് ഡൽഹിയിൽ ബുദ്ധി ഉണ്ടായോ ബുദ്ധിയില്ലെന്ന് തീരുമാനിക്കാം. ഞാൻ ഇദ്ദേഹത്തിനെ കുറച്ചൊരു ഉയർന്ന തലത്തിലാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ആ പ്രസംഗം കേട്ടപ്പോൾ ആ ഒരു വില, അത് ഏറ്റവും ആ വില മോശമായി പോയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ്. കാരണം ഒരു നല്ല കഴിവുള്ള സ്ത്രീയായ IAS ഓഫീസർ അവർ, അതും MBBS ഒക്കെ കഴിഞ്ഞ് MD കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ് അവർ. ആ പദവിയിൽ നിന്ന് ഈ പദവിയിലേക്ക് വന്ന് നല്ല രീതിയിൽ ഓരോ പദവിയിലിരുന്നപ്പോൾ ഭരണം കാണിച്ചവരാണ്. ഈ പോർട്ടിൽ വന്നപ്പോൾ, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭരണത്തിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദാനി ഗ്രൂപ്പിന് എതിരെ കൂടുതൽ ടെൻഷനും പ്രഷറും ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്. പല ഫൈനുകളും അവർക്ക് ചാർജ് ചെയ്തത് ഇവരാണ് കുറ്റങ്ങൾ കാണുമ്പോൾ. അതൊക്കെ അവരുടെ ഭരണം. പക്ഷേ എന്തിനാണ് ഈ ഭരണം, ഭർത്താവിൻ്റെ പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ എന്തിനാണ് അവർ ആ സീറ്റിൽ നിന്ന് മാറ്റിയത്? അത് ചോദിക്കണം. അല്ലാതെ ഡൽഹിയിലെ സമരത്തെ ചോദ്യം ചെയ്യുക. ഡൽഹിയിൽ എന്തിനാ സമരം ഒന്ന് പറയേ മിസ്റ്റർ. എന്തായാലും ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളമ്പിക്കൊണ്ടതൊന്നും നേരാവാൻ പോകുന്നില്ല. ഹെലികോപ്റ്റർ യാത്ര ഒരിക്കലും നല്ലതല്ല, ഭൂഷണമല്ല. ഇനി ഹെലികോപ്റ്ററിൽ ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ 2 പുറത്തും ആൾക്കാരുണ്ടല്ലോ. ഈ ചിന്തയൊക്കെ വെച്ച് അതിൽ കയറിയിരുന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അപകടമുണ്ടായാൽ
ആരും രക്ഷപ്പെടില്ല. ഇതിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഇനി ഞാൻ മരിച്ച അങ്ങനെയും നിങ്ങൾ ചിന്തിച്ചാലും ജനങ്ങൾക്ക് നഷ്ടമുണ്ട്. കാരണം ഇവിടെ ഒരു സംവിധാനം ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി ആ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അത് ഇല്ലാതാകുമ്പോൾ ജനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ട്. അതെങ്കിലും മാനിച്ച് ഈ അനാവശ്യ ഹെലികോപ്റ്റർ യാത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒഴിവാക്കി ആവുന്നതും ആവശ്യങ്ങളായ യാത്രകൾ മാത്രം ഷെഡ്യൂൾ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും പരിപാടി, തൊഴിൽ, വരുമാനം കൂട്ടുന്ന പദ്ധതികൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ പലതുമുണ്ട്. സാമൂഹ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന എന്തെങ്കിലും ചർച്ചകളിൽ വേഗം എത്താൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. പേഴ്സണൽ യാത്ര ഈ ജോലിക്ക് കയറുമ്പോൾ ഒഴിവാക്കുക. ഇത് പറയാതെ ആ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പ്രവൃത്തി വേറെ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. PM ശ്രീയുമായിട്ട് ആരാണ് നുണ പറയുന്നത് എന്ന് പരസ്പരം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയാണോ വിദ്യാഭ്യാസ മന്ത്രിയാണോ നുണ പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തു തന്നെയായാലും ആര് നുണ പറഞ്ഞാലും ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു പദ്ധതിയാണ് PM ശ്രീ. കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് നടപ്പാക്കി, തെലുങ്കാന കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് നടപ്പാക്കി. അവിടെയൊന്നുമില്ലാത്ത വിചാരം കേരളത്തിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു? അതിന് ഉത്തരം പറയണം സതീശൻ. 2014 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് എയിംസ് ഫോർ ആൾ സ്റ്റേറ്റ്സ്. എന്തുണ്ടായി? 7 എയിംസാണ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 29 എണ്ണായി. കേരളത്തിൽ ഇനിയും എത്തിയിട്ടില്ല. 2014 ആ പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാ സംസ്ഥാനത്തിനോടും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി അത് ഗൗനിക്കുക പോലും മൈൻഡ് ചെല്ലുകയും ചെയ്തില്ല. മൈൻഡ് പോലും ചെയ്തില്ല. ഇന്ന് അതിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, കാരണം ഒരു പദ്ധതി തുടക്കത്തിൽ വലിയ പ്രശ്നം, ഒരു നൂലാമാലയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പാസ്സാക്കി വേഗം നടപ്പാവും. അങ്ങനെയാണ് 29 പെട്ടെന്ന് നടപ്പായി. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കും ഈ കമ്മിറ്റി. അതിൻ്റെ സ്പെസിഫിക്കേഷൻ, സ്ഥലം എല്ലാം. അങ്ങനെ അതൊക്കെ ഇനി ശരിയായാലാണ് ഇത് ഇനി കിട്ടുള്ളൂ. ഇന്ന് തുടക്കത്തിൽ വളരെ എളുപ്പം കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു. ഇവിടുത്തെ ഈ നശിച്ച രാഷ്ട്രീയം കാരണം അത് തട്ടിത്തെറിപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ അനാവശ്യ യാത്രകൾ, പ്രത്യേകിച്ച് ഹെലികോപ്റ്ററിലുള്ള യാത്രകൾ അവസാനിപ്പിക്കുക, ഒഴിവാക്കുക. ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ആവശ്യങ്ങൾക്കുള്ള യാത്രകളിലേക്ക് മാത്രം ഏർപ്പെടുക. അല്ലാത്ത സമയത്ത് സ്വന്തം രാജകൊട്ടാരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച ചെയ്ത് എന്തൊക്കെ പുതിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാമെന്ന് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക. ചെറിയ ഉപദേശമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വോട്ട് കിട്ടി, നിങ്ങൾ ജയിച്ചതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ജനങ്ങൾക്ക് ഉള്ള ഒരു റിക്വസ്റ്റായിട്ട് ഇത് കണ്ടാൽ മാത്രം മതി.